2011-16 കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു കാളരാത്രികൾ ഉണ്ടായിരുന്നു. പവർ കട്ട് എന്താണെന്ന് 10 വർഷത്തിനിടെ കേരളത്തിലെ പുതിയ തലമുറ അറിഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ നിലനിർത്താൻ വേണ്ടി ഉമ്മൻചാണ്ടിക്ക് പല അഭ്യാസങ്ങളും കാണിക്കേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വെട്ടിക്കുറച്ചു. SSLC പരീക്ഷ എഴുതാത്തവരെ ജയിപ്പിച്ച ഒരു കാലമായിരുന്നു അബ്ദുറബിന്റെ കാലം. ഇപ്പോൾ ഇടതുപക്ഷത്തിനാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? ഇടതുപക്ഷ സർക്കാരിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം, ക്ഷേമ പെൻഷൻ, ജനകീയാസൂത്രണം, സാക്ഷരതാ പ്രസ്ഥാനം. കഴിഞ്ഞ UDF സർക്കാരിൽ കോടിക്കണക്കിന് രൂപ PRD വഴി ദൂർത്തടിച്ച ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടിയുടേത്. സാമുദായിക പ്രീണനം എന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചില സ്വന്തം അജണ്ട നടപ്പാക്കി, ഇതൊക്കെയാണ്. അല്ലാതെ വിശാലമായ രീതിയിലുള്ള ഒരു അജണ്ടയോ ജനപക്ഷ നയങ്ങളോ ഒന്നുമില്ലാതെ അധികാരത്തിന് വേണ്ടി അധികാരം, അതാണ് ഇവരുടെ നയം. നമസ്കാരം. ഒരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും ഒരു ഭരണ സംവിധാനമായാലും ഇന്നലകളെക്കുറിച്ചുള്ള ചിന്ത, ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഇന്നലകളെക്കുറിച്ചുള്ള വിശകലനം അതിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഭൂതകാലത്തെ ഓർക്കണമെന്ന് പറയുന്നത്. അത് നമുക്ക് വർത്തമാനകാലത്തിലാവട്ടെ ഭാവി കാലത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുമ്പോഴൊക്കെ നമ്മൾ എന്താകണം എന്താകരുത് എന്നുള്ള ഒരു ഉറച്ച ചിന്ത നമ്മളെ മനസ്സിൽ രൂഢമൂലമാക്കുന്നതിന് അത് വളരെ സഹായകമാകും. എന്നാൽ ഇപ്പം കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിൻ്റെയും വിശിഷ്ട UDFൻ്റെ നേതാക്കന്മാർ വല്ലാത്തൊരു വിലാപത്തിലാണ്. ആ വിലാപം എന്ന് പറയുന്നത് ഇന്നലകളെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ വളരെ പ്രമുഖമായ പല പത്രങ്ങളിലും വന്ന UDF സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള PRD നൽകിയ പരസ്യമാണ്. അതിനെക്കുറിച്ച് അവർ പറഞ്ഞു, ഇന്നലകളെക്കുറിച്ച് പറയുന്നത് എന്തിനാന്ന് വല്ലാതെ വിറളി പിടിച്ചിരിക്കുകയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ. സാജ, ഇതേക്കുറിച്ച് എന്താണെന്ന്, പ്രത്യേകിച്ചും ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർക്കാരിന് കീഴിലുള്ള ഒരു വകുപ്പ് ഓരോ കാലത്തിനനുസരിച്ചുള്ള അവരുടെ പരസ്യം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള അവരുടെ തന്ത്രങ്ങൾ മാറ്റുമല്ലോ. അപ്പം പുതിയ കാലത്ത് പുതിയ രീതിയിൽ ആളുകളെ സ്വാധീനിക്കാൻ പ്രത്യേകിച്ചും PRD എന്ന് പറഞ്ഞാൽ പൊതുജന സമ്പർക്ക വിഭാഗമാണ്. അപ്പം ഒരു സർക്കാരിന് വേണ്ടി സർക്കാർ വകുപ്പാണിത്. അപ്പോൾ സ്വാഭാവികമായി UDF ആയാലും LDF ആയാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം ഈ PR സംവിധാനത്തെ ഉപയോഗിക്കുക, സർക്കാർ നടത്തുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് അതിന് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ അവലംബിക്കുക. എന്തിനാണ് ഇവർ ഇത്രമാത്രം ഇതിൽ വിരളി പിടിക്കുന്നത്? അത് സത്യം ഇവർ ഇന്നലെ വളരെ ഭീഷണിയൊക്കെ മുഴക്കുന്നത് കണ്ടു. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങില്ല എന്നൊക്കെ. അത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. എനിക്ക് വേറെ കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പരസ്യം കാണുമായിരുന്നു. ആസമിൽ വെള്ളപ്പൊക്കം, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വ്യോമ നിരീക്ഷണം നടത്തുന്നു, DAVPയുടെ പരസ്യം. അത് ഒരു കാലത്ത് തിയേറ്ററുകൾ സ്ഥിരം വരുന്ന ഒരു പരസ്യമായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പൊക്കവും കാണിക്കും, അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയൊക്കെ വരുന്നു, നിരീക്ഷണം നടത്തുന്നു, സഹായം എത്തിക്കുന്നു. അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയും കാണിക്കും, അത് കഴിഞ്ഞുള്ള ഗവൺമെൻറ് ദുരിതാശ്വാസ ഇതും കാണിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ആളുകൾക്ക് പിടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ ഈ പരസ്യം നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെലങ്കാനയിൽ 1 കോടിയോളം സ്ത്രീകളെ കോടീശ്വരിമാരാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊരു വ്യാജ അവകാശവാദമാണ്. അങ്ങനൊന്നും അതിനെന്താണ് തെളിവ്? അതേസമയം കേരള സർക്കാർ നൽകുന്ന പരസ്യങ്ങൾ കൃത്യമായ തെളിവ് വെച്ചിട്ടാണ് പരസ്യം നൽകുന്നത്. പോയിന്റ്. ഇപ്പം നമ്മുടെ സംസ്ഥാന സർക്കാർ വേറെ ഒരു സംസ്ഥാനത്ത് കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിച്ചും നിക്ഷേപങ്ങൾ ആകർഷിച്ചും പരസ്യം നൽകുന്നതിൽ ഒരു തെറ്റുമില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണ്. പക്ഷേ ഇത്തരം വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പരസ്യം നൽകുന്ന അതേ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് കേരള സർക്കാർ കേരളത്തിൻ്റെ ആ ഒരു പുരോഗതി ആ പരസ്യത്തിൽ നിന്ന് UDF സർക്കാരിൽ നിന്നും മേളിലൊന്നും എഴുതി വെച്ചിട്ടില്ല. വാർത്ത വായിക്കുമ്പോൾ ആളുകൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പരസ്യം നൽകിയത് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. അതിലൊരു തെറ്റുമില്ല. പിന്നെ അതിൻ്റെ ആർക്കെങ്കിലുമൊക്കെ കൊള്ളുന്നെങ്കിൽ അത് ഏൽക്കുന്നവരുടെ കുഴപ്പമാണ്, അത് ജനങ്ങളുടെ കുഴപ്പമോ പരസ്യം നൽകിയവരുടെ കുഴപ്പമോ. അതായത് മടിയിൽ കനമുള്ളൻ പിടിച്ചാൽ മതി. അതെ. ഇത് പറയുമ്പോഴേ ഇപ്പം എല്ലാ മുന്നണികളും അവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ എതിർമുന്നണിയുടെ ഭരണ സംവിധാനത്തെ ചൂണ്ടിക്കാണിക്കാറും അതിൻ്റെ പോരായ്മകൾ ഹൈലൈറ്റ് ചെയ്യൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ് ഈ പരസ്യം കഴിഞ്ഞ 10 വർഷം ശരിക്കും ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കൂട്ടമായി സർക്കാരിനെതിരെ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളെ തകർക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളെ, പ്രത്യേകിച്ചും സാജൻ നേരത്തെ പറഞ്ഞതുപോലെ തെലങ്കാന സർക്കാരിനെ ഉപയോഗിച്ച് കോടികളുടെ പരസ്യം കൊടുത്തു പോലും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ ഇകഴ്ത്താനും തകർക്കാനും ശ്രമിക്കുന്ന സമയത്താണ്
നമ്മൾ ഗവൺമെൻറ് പറയുന്നത് ആ കാലം തിരികെ വരണം. ആ കാലം കൂടെ നമ്മൾ ഓർക്കണം, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ. കാരണം പവർ കട്ട് എന്താണെന്ന് 10 വർഷത്തിനിടെ കേരളത്തിലെ പുതിയ തലമുറ അറിഞ്ഞിട്ടില്ല. ലോഡ് ഷെഡിങ് എന്താണെന്ന് അറിയില്ല. നമ്മുടെ പുതിയ തലമുറ പഠിക്കുന്ന സ്കൂളുകൾ, പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് വളരെ ലോകം മുഴുവനും പല രീതിയിലുള്ള ആശങ്കയിൽപ്പെട്ട സമയത്ത് വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തിയിരുന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി എന്നാണ്. ആ സമയത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കൈറ്റ്സിൻ്റെ ചാനൽ വഴി, അവരുടെ പ്രത്യേക ക്ലാസ് വഴി, ഓൺലൈൻ ക്ലാസ് വഴി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും കുട്ടികൾ, ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ഒരു കോളേജ് വിദ്യാർത്ഥികളാകട്ടെ, സ്കൂൾ വിദ്യാർത്ഥികളാകട്ടെ, ഉദ്യോഗാർത്ഥികളായിട്ട് അവർക്ക് ഇത് അറിയില്ല. 2011-16 കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു കാളരാത്രികൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ആവട്ടെ, ആരോഗ്യ മേഖല ഈജിയൻ തൊഴുത്തായിരുന്നു. അപ്പം ആ കാലത്തേക്ക് ഇനി നമ്മൾ തിരികെ പോകരുത്, നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? അല്ല, ഇതിന് വേറെ ചില കാര്യങ്ങളൂടെ പറയേണ്ടി വരും. കാര്യം കേരളത്തിലെ സർക്കാർ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളാണ് പറയുന്നത്. കോൺഗ്രസിനും പറയാം, കോൺഗ്രസിന് അവരുടെ സർക്കാർ കേരളത്തിൽ ഭരിച്ചിരുന്നപ്പോഴുള്ള കാര്യം പറയാം, രാജ്യം ഭരിച്ചിരുന്നപ്പോഴുള്ള കാര്യം പറയാം. പക്ഷെ ഇവർക്ക് പറയാൻ കഴിയില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിൽ നമ്മുടെ അറ്റോർണി ജനറലൊക്കെ ആയിരുന്ന കെ വേണുഗോപാലിൻ്റെ ഒരു അഭിമുഖം വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 1992 ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പുള്ള ആ കാലത്ത്, തൊട്ടുള്ള ദിവസങ്ങളിൽ ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി കർഷകർക്ക് പരിശീലനം ലഭിച്ചിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം അന്നത്തെ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നതായി വേണുഗോപാൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കോൺഗ്രസ് ഗവൺമെൻറ് നരസിംഹറാവുവിൻ്റെ സർക്കാർ. അപ്പോൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ചരിത്രം ഇതാണ്. അതുപോലെ വേറെ കാര്യം കൂടെ പറയാം. ഇവരിപ്പോൾ ഈ സതീശനും കൂട്ടരുമൊക്കെ ഇടതുപക്ഷം എന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. അത് എത്രത്തോളം അവർ ഈ പറഞ്ഞതുപോലെ ഈ നുണ പറയുന്നതിൽ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കാൻ നടക്കുന്നവരുടെ കാര്യം അതേപോലെയാണ്. ചിദംബരം ഈ കോൺഗ്രസിൻ്റെ ധനമന്ത്രിയായിരുന്ന ആളാണ്. ചിദംബരം ധനമന്ത്രിയായിരിക്കെ എക്കണോമിക് ടൈംസിൽ ഒരു ദിവസം ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനും അന്നത്തെ എഡിറ്റോറിയൽ എഴുതാൻ ഒരു അവസരം കിട്ടി. അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം എഴുതിയെന്ന് വെച്ചാൽ, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സർക്കാരിന് പല സാമ്പത്തിക പരിഷ്കാരങ്ങളും നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്താണ്? ബാങ്കിങ്, ഇൻഷുറൻസ്, പെൻഷൻ മേഖലകളിലെ അതിതീവ്ര പരിഷ്കാരങ്ങളാണ്. അതെല്ലാം കുത്തക മുതലാളിത്ത താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പരിഷ്കാരങ്ങളാണ്. അത് നടപ്പാക്കി ഇടതുപക്ഷം സഹകരിക്കുന്നില്ല എന്നാണ് ചിദംബരം പരാതി ഉന്നയിച്ചത്. ആ ചിദംബരം തന്നെയാണ് കുറേ ദശകങ്ങളായി കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ശില്പി. അപ്പോൾ ആ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന്. 91 അധികാരത്തിൽ വന്ന റാവു സർക്കാരാണ് ഇന്ത്യയിൽ ഈ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എല്ലാം നടപ്പാക്കിയത്. അന്നത്തെ കോൺഗ്രസ് നയം തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നത്. അപ്പോൾ ഇതേ കോൺഗ്രസ് നിന്നുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കോൺഗ്രസ്സിന് എങ്ങനെ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ചരിത്രം പറയാൻ പറ്റും? അതാണ് ഇവിടെ ആയാലും ദേശീയതലത്തിലായാലും അതാണ് സ്ഥിതി. ഈ സാജൻ ഇത് പറഞ്ഞത്, ഈ ചിദംബരം പറഞ്ഞു എന്ന് പറഞ്ഞത് UPA സർക്കാരിനെ കുറിച്ചാണ്. അന്ന് മിനിമം കോമൺ പരിപാടി നമുക്കുണ്ടായിരുന്നത്. ആ മിനിമം കോമൺ പരിപാടിയുടെ ഭാഗമാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നത്, ഭക്ഷ്യഭദ്രതാ നിയമം വന്നത്, അതുപോലെ തന്നെ വിവരാവകാശ നിയമം പോലുള്ള വളരെ ജനകീയമായ പദ്ധതികളെല്ലാം കൊണ്ടുവന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള കാലത്താണ്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള കാലത്ത് അവർ ഉദ്ദേശിച്ചൊന്നും നടന്നില്ല എന്നുള്ളതാണ് ചിദംബരം അന്ന് പറഞ്ഞത്. അതായത് രാജ്യത്തെ കുത്തകകൾക്ക് പൂർണ്ണമായും തീരെഴുതി കൊടുക്കുക എന്നുള്ളത്. കാരണം സാജൻ പറഞ്ഞ പോലെ നരസിംഹറാവു തുടക്കം കുറിക്കുന്നു. സാമ്പത്തിക വിദഗ്ധനായ IMF-ൽ ജോലി ചെയ്ത മൻമോഹൻ സിംഗ് കോൺഗ്രസിലേക്ക് വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോടുകൂടി അത് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ കൊണ്ടുവന്ന് അതിപ്പോൾ തീവ്രമായ രീതിയിൽ BJPയും മുന്നോട്ട് കൊണ്ടുവന്നു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും നമ്മുടെ ഈ ഒരു ചോദ്യത്തിനാണ് ശരിക്കും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ എന്തിനാണ് സാജൻ നേരത്തെ പറഞ്ഞത്, എന്തിനാണ് 2011-16 കാലഘട്ടം നമ്മൾ ഓർക്കരുത് എന്ന് ഇവർ പറയുന്നത്? അതായത് ഈ പുതിയ തലമുറ, കാരണം ഒരു ഇലക്ഷനാണ്, രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം. അതിൽ BJP ഒരു ശക്തിയാണെന്നൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഇവർ ബായിമാരാണ്. പഴയ കോലിബി സഖ്യത്തിൻ്റെ ഭാഗമായുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ, പുതിയ തലമുറയ്ക്ക് മുമ്പിൽ നമ്മൾ മുന്നോട്ട് പോകണം, നിങ്ങൾ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കണം, അന്ന് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിനെ ഇവരെന്തിനാണ് ഭയക്കുന്നത്? അല്ല, അത് ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യം ഇപ്പോൾ ഇവർ ഇന്നലെ തന്നെ കഴിഞ്ഞ UDF സർക്കാരിനെ പറ്റി പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞത്, നിങ്ങൾ ഉമ്മൻചാണ്ടി എന്താണ് ആക്രമിക്കുന്നത്? ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതല്ലല്ലോ LDF. ഇത് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ കാര്യമല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരുണാകരൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കരുണാകരൻ നല്ലതും ചെയ്തതാണെങ്കിലും ഒരു നയവും പരിപാടി ഉണ്ടായിരുന്നു. ആന്റണി വന്നിട്ട് അങ്ങനെ ഒരു നയവും പരിപാടിയല്ല, ആരുടെയെങ്കിലും ഉപദേശപ്രകാരമാണ് ചില കാര്യങ്ങൾ ചെയ്തത്. അല്ല, പ്രത്യേകിച്ച് കൃത്യമായൊരു നയമില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം
കൊടുക്കുന്നുണ്ടാന്ന് പറഞ്ഞാൽ അത് വെട്ടിക്കുറച്ചു. ഇവിടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നതിന് കാരണം ചാരായം എന്ന് പറഞ്ഞാൽ ചാരായം നിരോധിച്ചു. പക്ഷേ ക്രിയാത്മകമായ ഒന്നും ഇവർ ചെയ്തില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിനാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? ഇടതുപക്ഷ സർക്കാരിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ മേഖലയിലെ ബഹിഷ്കരണം, ക്ഷേമ പെൻഷൻ, ജനകീയാസൂത്രണം, സാക്ഷരതാ പ്രസ്ഥാനം, കുടുംബശ്രീ കുടുംബശ്രീ നടപ്പാക്കിയതാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു മാതൃകയായി കുടുംബശ്രീ നടപ്പാക്കിയത് 96 ഇടതുപക്ഷ LDF സർക്കാരാണ്. അത് കഴിഞ്ഞ് കുടുംബശ്രീ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിലുള്ള നേട്ടങ്ങളെല്ലാം ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. വേറെ 1-2 കാര്യങ്ങളൂടെ പറയാം. അത് കഴിഞ്ഞ് ആന്റണി കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടി നടപ്പാക്കിയത് ഒരു നയോ പരിപാടിയൊന്നുമില്ല, ഒരു ആൾക്കൂട്ടത്തിന് വേണ്ടിയുള്ള ഭരണമാണ്. അതിൻ്റെ ഗതികളെല്ലാം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ നിലനിർത്താൻ വേണ്ടി ഉമ്മൻചാണ്ടിക്ക് പല അഭ്യാസങ്ങളും കാണിക്കേണ്ടി വന്നു. അതിൻ്റെ ജനസമ്പർക്കം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മനുഷ്യത്വവിരുദ്ധമായ ഒരു സംവിധാനമാണെന്ന് പറയേണ്ടി വരും. പിന്നെ ശശിക്കാരെ ഉൾപ്പെടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ആനുകൂല്യ പ്രഖ്യാപനം, അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. ആധുനിക കാലത്ത് അതിൻ്റെ ഒന്നും കാര്യമില്ല. അപ്പം ഇങ്ങനെ ഇവർക്ക് ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റാത്തതിന് ഇപ്പം ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ അത് പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ശക്തമല്ലാത്തതുകൊണ്ടാണ്. ശക്തമായിരുന്നെങ്കിൽ ആദ്യം പൊളിയും. കാരണം സായം പറഞ്ഞ പോലെ ഈ കിടപ്പ് രോഗികളായ നട്ടലിന് ക്ഷതമേറ്റ ആളുകളെ പോലും സ്ട്രക്ചറിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും മറ്റും നടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കൂട്ടത്തിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. ശരിക്കും ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങോട്ട് പോയി അവർക്ക് സേവനം നൽകേണ്ടത്. മാത്രമല്ല ഇപ്പം ഈ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതി. അത് ഇതുപോലെ തന്നെ സാജൻ പറഞ്ഞ പോലെ ഭൂപരിഷ്കരണത്തിൽ നിന്ന് തുടങ്ങി വിദ്യാഭ്യാസ ബില്ലിൽ നിന്ന് തുടങ്ങി വന്ന് പിന്നെ ഈ സാക്ഷരതാ പ്രസ്ഥാനം കഴിഞ്ഞ് ജനകീയാസൂത്രണത്തിൻ്റെ 2ാം ഘട്ട ജനകീയാസൂത്രണ പദ്ധതി വന്നു, കുടുംബശ്രീ എല്ലാം വന്ന് ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയും കേരളം നടപ്പാക്കി കഴിഞ്ഞു. പക്ഷെ അവരുടെ കാലത്ത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ SSLC പരീക്ഷ എഴുതാത്തവരെ ജയിപ്പിച്ച ഒരു കാലമായിരുന്നു അബ്ദുറബിൻ്റെ കാലം. പരീക്ഷ റിസൾട്ട് പോലും റദ്ദാക്കേണ്ടി വന്നു. പാഠപുസ്തകം ഇല്ലാത്ത ടൈമിൽ അവസാന ടൈമിൽ പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് പഠിപ്പിച്ചു. EGN തൊഴുത്ത് എന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചില സ്വകാര്യ ചാനലുകൾ അന്ന് വാർത്താ പരമ്പര നൽകി. ഈ KSU അടക്കം അതുപോലെയുള്ള മറ്റു വിദ്യാർത്ഥി സംഘം MSFൻ്റെ സംസ്ഥാന നേതാവിനടക്കം പറയുന്നത് പാഠപുസ്തകം കൊടുക്കാത്തത് അന്വേഷിക്കണമെന്ന്. അവസാനം കാക്കനാടുള്ള സർക്കാർ അച്ചടിശാലയിൽ പുസ്തകം അച്ചടിക്കുന്നതിന് കരാറ് സ്വകാര്യ വ്യക്തിയിൽ കൊടുക്കുന്നതിന് പേരിൽ അഴിമതി അന്വേഷിക്കാൻ ഉമ്മൻചാണ്ടിക്ക് അവസാനം ഉത്തരവിടുന്നത്. ആരോഗ്യ മേഖലയിൽ ഇത് തന്നെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ആരോഗ്യമന്ത്രിക്കെതിരാണ്. ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് സാജന്റെ ഒരു വിലയിരുത്തൽ? അല്ല, ഇപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് അധികാരം തരൂ, ഞങ്ങൾക്ക് അധികാരം തന്നില്ലെങ്കിൽ ഞങ്ങളെ പാർട്ടി ഇല്ലാതാവും, ഞങ്ങൾക്ക് ഭരണമില്ലാതെ ബുദ്ധിമുട്ടിയാണെന്ന്. പക്ഷേ ഇതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമീപനം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരുകൾ ഓടി വന്ന് ഭരണം കിട്ടി കുറേ MLA-മാരെ കൂട്ടി വന്ന് അധികാരത്തിൽ ഇരിക്കുന്നില്ല. ഇപ്പം LDF-നാണെങ്കിൽ ഇപ്പം നമുക്കറിയാം പഠന കോൺഗ്രസുകൾ 94 മുതൽ ഇതുവരെ നടന്ന 5 പഠന കോൺഗ്രസ്. അപ്പോൾ ഈ പഠന കോൺഗ്രസിലൂടെ വിപുലമായി ചർച്ച ചെയ്ത് ഓരോ മേഖലയിലും നടപ്പാക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ ഒരു നയരൂപീകരണം നടത്തുകയും പരിപാടി തയ്യാറാക്കുകയും ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പ്രകടന പത്രിക തയ്യാറാക്കിയാണ് ഭരണത്തിലോട്ട് വരികയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിഷ്കാരങ്ങളും പദ്ധതികളൊക്കെ നടപ്പാക്കുകയും ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് ഇവരുടെ ഒരു നയം? പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ചർച്ചകളിൽ ചോദിക്കും, നിങ്ങളുടെ പാർട്ടിയുടെ ലൈൻ എന്താണ്, നിങ്ങളുടെ പാർട്ടിയുടെ നയം എന്താണ്? ഇവർക്ക് എന്താണ്? ഇവരിപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ തട്ടിക്കൂട്ട് 1-2 എന്തൊക്കെയോ കോൺക്ലേവ് പോലെ നടത്തി എന്തൊക്കെയോ, അത് രണ്ടും അത്യന്തം പിന്തിരിപ്പനാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവർ ഇടതുപക്ഷം എന്ന് പറയുന്നുണ്ട്. അത് മുഴുവൻ സ്വകാര്യവൽക്കരണവും കോർപ്പറേറ്റ്വൽക്കരണമാണ് 2 മേഖലയിലും. അത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഇവർ പുറത്തുവിട്ട 2 രേഖകൾ പ്രകാരം കടുത്ത വലതുപക്ഷ നയങ്ങളാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, BJP നടപ്പാക്കുന്നത്. അത് നടപ്പാക്കുന്നത്. അപ്പം അതാണ് ഇവരിപ്പം കേന്ദ്രത്തിൽ തന്നെ BJP സർക്കാർ ചില നയങ്ങൾ നടപ്പാക്കുമ്പോൾ ഇവർ പറയാറുണ്ട്, ഇത് ഞങ്ങളുടെ നയങ്ങളാണ്, നിങ്ങളത് കാര്യക്ഷമമായിട്ട് നടപ്പാക്കുന്നില്ല. ഇതാണ് പാർലമെന്റിൽ പറയുന്നത്. അപ്പം അതെന്ന് ഇവരുടെ വലതുപക്ഷ നയങ്ങൾ. ഇതേ സംഘം ഇവർ വരുമ്പോൾ ഇവരെല്ലാം ഇവർക്ക് കുറേ അധികാരം പങ്കിടൽ മാത്രമാണ്. അല്ലാതെ ജനങ്ങളുമായി അധികാരം പങ്കിടലല്ല, ഘടകകക്ഷികൾക്കും പാർട്ടിക്കുള്ള ഗ്രൂപ്പുകൾക്കും. അതാണ് ഇവരിപ്പം കോൺഗ്രസിൻ്റെ തന്നെ സീറ്റ് നിർണ്ണയമൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, എല്ലാം ഗ്രൂപ്പുകൾ തമ്മിലുള്ള പങ്കിടൽ, സാമുദായിക പ്രകടനം എന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചില സ്വന്തം അജണ്ട നടപ്പാക്കൽ, ഇതൊക്കെയാണ്. അല്ലാതെ വിശാലമായ രീതിയിലുള്ള ഒരു അജണ്ടയോ ജനപക്ഷ നയങ്ങളോ ഒന്നുമില്ലാതെ അധികാരത്തിന് വേണ്ടി അധികാരം, അതാണ് ഇവരുടെ നയം. അതുകൊണ്ട് ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നുമില്ല. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ പോകുന്നത് വിസ്മയമാണ്. എന്ത് വിസ്മയമാണ്? ഇവർ നേരക്കളും മാറി. കോൺഗ്രസിൻ്റെ ഭരണം ജനങ്ങൾ കുറേ കണ്ടതാണ്, കേന്ദ്രത്തിലും ഇവിടെയെല്ലാം. എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നുള്ള രാജീവ് ഗാന്ധി ആയാലും മൻമോഹൻ സിംഗ് ആയാലും ഇവിടെ നേരത്തെ അധികാരത്തിൽ നിന്നവരായാലും കുറേ സ്വപ്നങ്ങൾ പകർന്നു. ഈ സ്വപ്നങ്ങളിലെല്ലാം ഫലിക്കാതെ പോയതിൻ്റെ കഴുതിയാണ് രാജ്യം ഒന്ന് അനുഭവിക്കുന്നത്. ഇവരുടെ വിശ്വാസ്യത പോയി. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇതിൽ ഇപ്പം ഒരു പൊതുവായി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതി,
ഇപ്പോൾ നമ്മൾ 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ, അല്ലെങ്കിൽ പഴയ ആൻ്റണി സർക്കാരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവർ പറയുന്നത് അവരൊന്നും ഇപ്പം ഇല്ലല്ലോ, അവരിപ്പം ഇല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി, ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ വരാൻ ഉമ്മൻചാണ്ടി ഇല്ല, ആ തലമുറ പോയല്ലോ, ഇപ്പോൾ പുതിയ തലമുറയാണല്ലോ. അപ്പോൾ വി.ഡി. സതീശൻ നേതൃത്വത്തിലുള്ള തലമുറയാണല്ലോ എന്നാണ് ഈ ചില ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുകയും ഇത്തരം വിമർശനങ്ങളെ മറയ്ക്കാൻ വേണ്ടി പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു വഞ്ചനയല്ല, പ്രത്യേകിച്ചും വ്യക്തിയല്ലല്ലോ പ്രധാനം. തികഞ്ഞ വഞ്ചനയാണ്. ഒന്നാമത് ഈ വി.ഡി. സതീശൻ്റെ തലമുറയാണോ, കെ.സി. വേണുഗോപാലിൻ്റെ തലമുറയാണോ, രമേശ് ചെന്നിത്തലയുടെ തലമുറയാണോ, ഇനി മറ്റേ കെ. സുധാകരൻ്റെ ആണോ, സണ്ണി ജോസഫിൻ്റെ ആണോ, ഇതിനി ഒന്നും അല്ലാതെ വേറെ ആരുടെ ആണെന്നൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പം അത് ഇവർ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നയിക്കുന്ന മുസ്ലിം ലീഗും ചില അവശിഷ്ട മറ്റ് ചില പാർട്ടികളും എല്ലാം കൂടെ ചെയ്തതിൻ്റെ സംവിധാനമാണ്. ഈ സതീശൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, UDF എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണിയല്ല, ഇത് സാമുദായിക സംഘടനകളുടെയും ചില വ്യക്തികളെല്ലാം അടങ്ങുന്ന ഒരു വലിയ വേദിയാണ്. എന്ന് വെച്ചാൽ ഒരു അവിയലാണ് ഈ സംവിധാനം എന്നാണ് സതീശൻ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി പലരുടെയും പിന്തുണയും എല്ലാം ഇവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം നിക്ഷിപ്ത താല്പര്യങ്ങളും ഇവരുടെ എല്ലാം കച്ചവട താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു സംവിധാനമാണ് ഇവരുടെ ഇത്. ഇപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കുറച്ച് ഇതൊക്കെ കിട്ടിയപ്പോൾ അവിടെ ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ ഉണ്ടായ സമ്മർദ്ദമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇവർ ഏതെങ്കിലും ഞങ്ങളിപ്പോൾ വ്യക്തികൾക്ക് ഒരു പ്രസക്തിയില്ല, ഇവരുടെ ആ ഒരു സംസ്കാരമാണ്, ഇവരുടെ സംസ്കാരത്തിൻ്റെ പ്രകൃതിയിലാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് മേടിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് വ്യക്തികൾക്കൊരു ഇതുമില്ല. UDFൻ്റെ ആ വലതുപക്ഷ ജീർണിച്ച സംസ്കാരമാണ് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഈ സാജനിപ്പോൾ അവസാനം പറഞ്ഞ ജീർണിച്ച സംസ്കാരം, ഈ ജീർണിച്ച സംസ്കാരമാണെന്ന് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. കാരണം വി.ഡി. സതീശൻ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഈ ഗ്രീൻ MLA എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് പരസ്യമായി ചില ചാനലുകൾക്കെടുത്ത അഭിമുഖത്തിൽ അന്നത്തെ പ്രതിപക്ഷം പോലും പറയാം അതിഭീകരമായ ആരോപണങ്ങളും വരിച്ചു. അതായത് ഭൂമാഫിയാണ് കേരളം ഭരിക്കുന്നത്, ജിമ്മ് നടത്തിയത് ഭൂമാഫിയക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മന്ത്രിസഭ അറിയാതെ പിന്നെ പ്രത്യേക ഉത്തരവ് അന്നത്തെ ധനമന്ത്രിയും അന്നത്തെ ഈ വ്യവസായ മന്ത്രിയും കൂടെ അതിന് ചരട് വലിച്ചു ഉത്തരവിറക്കി. കേരളത്തിൽ വിലക്കയറ്റം രൂക്ഷമാകുന്ന സമയത്ത് ഒരു മാവേലി സ്റ്റോർ പോലും കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. കേരളത്തിലെ വൈദ്യുതി മേഖല കേരളം ഇരുട്ടിലാണ് എന്ന് തുടങ്ങി അതീവ 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് പോലും പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും, അതായത് 2011-16 ഇപ്പം മാധ്യമങ്ങൾ ആ കാലം ഓർമ്മിപ്പിച്ച ആ കാലം അതിദയനീയമായും ഭീകരമായ കാലമാണെന്ന് പറഞ്ഞ ആള്, പരസ്യമായി പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ വി.ഡി. സതീശൻ. ആ ആളാണ് പറയുന്നത് നിങ്ങളിതൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന്. അത് ഇവർക്ക് കാരണം UDF ഭരിച്ചു ഒരിക്കൽ പോലും 5 വർഷം ഒരു മുഖ്യമന്ത്രിക്ക് മര്യാദയ്ക്ക് തികച്ച് പോകാനുള്ള, അത് ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് അവാർഡം കിട്ടിയത്. അത് ഭൂരിപക്ഷം ഇല്ലായിരുന്നുകൊണ്ടാണ്. കരുണാകരനെ ഇറക്കി ആന്റണി ഇറക്കി ഉമ്മൻചാണ്ടി കയറി. പിന്നെ ഉമ്മൻചാണ്ടി ആപാട് 1-2 സീറ്റിൻ്റെ ഭൂരിപക്ഷം ആയിരുന്നുകൊണ്ട് ഇവർക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് അത് മാത്രമല്ല, കരുണാകരൻ്റെ ആൾ നോക്കിയാൽ ഇടയ്ക്ക് മുഖ്യമന്ത്രിക്ക് തന്നെ തോന്നും. പിന്നെ പ്രതിച്ഛായ ചർച്ചയായി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയെ മാറ്റി വേറെ ആളിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിരുത്തുന്നു. തിരുത്തൽവാദികൾ ഹരിത MLA ഇങ്ങനെ ഈ സ്വന്തം പാർട്ടിയിൽ തന്നെ ഉള്ള അസ്വസ്ഥരും നിരാശാഭരിതരും, അത് മാത്രമല്ല അഴിമതിയാണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഒരിക്കലും ആ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് ഇവർക്ക് ഒരിക്കലും ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള ഒരു സാഹചര്യം UDF തന്നെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഭരണ നേട്ടം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരെ കാണുമ്പോൾ ഇവർക്ക് അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഇടതുപക്ഷം എപ്പോഴും EMSൻ്റെ 1957 ഗവൺമെൻറ്റിനെ കുറിച്ച് ഇന്നും ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അന്നത്തെ നേട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. E.K. നായനാരുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തുള്ള ഗവൺമെൻറ്റുകളെ കുറിച്ച് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് ആ ഗവൺമെന്റിനെ ഓർക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റിനെ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ജനങ്ങൾ, കാരണം ഒന്നും മറച്ചു വെക്കാനില്ല, ഭയക്കാനില്ല. പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെന്റിനെ കുറിച്ചും ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കുറിച്ചും നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അപ്പം ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളമൊക്കെ കഴിഞ്ഞ ആദ്യ ഗവൺമെൻറ് മുതൽ ഇതുവരെയുള്ള LDF-ൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഗവൺമെൻറ്റിനെ കുറിച്ച് അന്നത്തെ ചെയ്തികൾ, അന്നത്തെ പ്രവർത്തനങ്ങൾ അഭിമാനത്തോടു കൂടി പറയുമ്പം അവരുടെ സർക്കാരിനെ കുറിച്ച് പറയുന്നത് അവർക്ക് പറയാനില്ല. നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ അവർ ഓർമ്മിപ്പിക്കരുതേ അതിനൊക്കെ പണം ദൂർത്തടിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ UDF സർക്കാരിൽ കോടിക്കണക്കിന് രൂപ PRD വഴി ദൂർത്തടിച്ച ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടിയുടേത്. അതെ, അതിൻ്റെ രേഖകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ നെറുകെട്ട പ്രവർത്തനങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ അവരുടെ രാഷ്ട്രീയമായി നേടുന്ന പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ജനങ്ങളൊരു ചൂതാട്ടത്തിന് നിന്നു കൊടുക്കണമെന്നുള്ള ഒരു വളരെ ദുർബലമായ ന്യായം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരള ജനങ്ങൾ
ദുരിതം ഇപ്പം ഇവർക്ക് ഇതേപോലെ പിന്നെ ഇവർക്ക് അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിലെ എല്ലാ അവസ്ഥയും ഇപ്പം കാണുന്നുണ്ട്. കർണാടകത്തിലായാലും ഹിമാചൽ പ്രദേശിലെ സ്ഥിതി കഴിഞ്ഞ ദിവസം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കടുത്ത പ്രതിസന്ധിയാണ്. തെലങ്കാനയിലെ സ്ഥിതി റിപ്പോർട്ട് ചെയ്യുന്നു. കർണാടകത്തിലാണെങ്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളും രൂക്ഷമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എല്ലാ ആഴ്ചയും ഡൽഹിയിലും ബാംഗ്ലൂരിലായിട്ട് ഷട്ടിൽ സർവീസാണ് ശിവകുമാറും സിദ്ധരാമയ്യയും. അപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാരാണ്. ഇതെല്ലാം അതെ. അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇന്ന് നിൽക്കുന്ന ജനങ്ങൾ ഇന്നിനെക്കുറിച്ചുള്ള ചിന്തക്കൊപ്പം നാളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനൊപ്പം ഇന്നലകളെക്കുറിച്ചുള്ള വിശകലനവും പഠനവും നടത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ആരെതിർത്താലും അതിൽ നിന്ന് കേരളത്തിലെ പ്രത്യേകിച്ചും പുതിയ തലമുറ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്നവർ പിറകിലേക്ക് റിവൈൻഡ് ചെയ്ത് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ കൂടെ അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും, മനസ്സിലാക്കും. ഓക്കെ.